നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എഗ്ഗും അതേപോലെ പൊട്ടറ്റോയും വെച്ചിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള പക്കോടയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കും കൂടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പക്കോടയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമ്മൾ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ കടലപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. ഒരുപാട് കൂടി പോകണ്ട കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇത് നല്ല പോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം. പൊടികളെല്ലാം ഞാൻ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്കായിട്ടുള്ള ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഇത് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമ്മൾ കടലമാവിൻ്റെ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ലൂസായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന വഴിക്ക് മാവ് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഈ ഒരു തിക്നെസ്സിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും മതി. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പക്കോടയിലേക്ക് വേണ്ടിയിട്ടുള്ള ചട്നി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിഡ് ജാറിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി അളവിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല പോലെ വാഷ് ചെയ്തതാണ്, എന്നിട്ട് ഇതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞതാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില എടുക്കാനും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഒരു പിടി അളവിൽ തന്നെ പുതിനയിലയും എടുക്കണം. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് മല്ലിയിലയും പുതിനയിലയും ഇല്ലെങ്കിൽ സാധാരണ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതിയാകും. അതേപോലെ തന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2 കഷ്ണം ചെറിയ കഷ്ണം സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയ്ക്ക് പകരം ചെറിയുള്ളി ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള ചെറിയൊരു പീസ് പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നാരങ്ങനീര് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെള്ളം ഒട്ടും ചേർക്കാതെ നല്ല പോലെ അരച്ചു കൊണ്ടുവരാം. ഇപ്പോൾ ചട്നി ഞാൻ നല്ല പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതേപോലെ നല്ല പോലെ ആവശ്യത്തിന് ഇപ്പോൾ തേങ്ങയിലുള്ള അത് വെച്ചിട്ടുള്ള നല്ല നനവിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പക്കോട ഉണ്ടാക്കുന്നത് നമ്മൾ പൊട്ടറ്റോയും അതേപോലെ തന്നെ എഗ്ഗും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റോ ഞാൻ ഇതേപോലെ 3 കഷ്ണമായിട്ട് നീളത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പുഴുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ 3 പീസ് ആയിട്ട് ഒരു പൊട്ടറ്റോ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല പോലെ പുഴുങ്ങിയതിന് ശേഷം 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചട്നി ഉണ്ടല്ലോ, അത് എടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ ചട്നി എടുത്തിട്ട് നമ്മൾ പൊട്ടാറ്റോയോ അതല്ലെങ്കിൽ എഗ്ഗാണ് ഇതെടുക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചട്നി ഇതേപോലെ വെച്ച് കൊടുക്കണം. ഒരു സൈഡിൽ മാത്രം വെച്ച് കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പൊട്ടാറ്റോൻ്റെ മുകളിലേക്ക് ഇതേപോലെ കുറച്ച് ചട്നി ഇതേപോലെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഇതേപോലെ ഒരു സൈഡിൽ വെച്ചിട്ട് കവർ ചെയ്ത് എടുക്കാം. കണ്ടില്ലേ, അപ്പോൾ നല്ലപോലെ ടൈറ്റായിട്ട് കവർ ചെയ്യുക കേട്ടോ. അതില്ലെങ്കിൽ ചട്നി നമ്മൾ മുക്കി പൊരിച്ചെടുക്കുമ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലപോലെ ടൈറ്റായിട്ട് ഇതേപോലെ ഒരു സൈഡിൽ വെച്ചിട്ട് നല്ലപോലെ ടൈറ്റാക്കി എടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ പക്കോട ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇനി ചട്നി ഒന്നും ഉണ്ടാക്കുന്ന ആവശ്യമില്ല. ഈ ഒരു പക്കോട കഴിക്കുമ്പോൾ തന്നെ ആ ചട്നിയുടെയും പൊട്ടറ്റോൻ്റെയും കൂടി ടേസ്റ്റ് വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു മുട്ടയുടെ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കും നമുക്ക് ചട്നി വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ചട്നിയുടെ അളവ് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ മുകളിലേക്ക് ചട്നി വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ കവർ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നല്ലപോലെ കവർ ചെയ്തെടുക്കാം ഒരു സൈഡിൽ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എല്ലാ പൊട്ടറ്റോൻ്റെ മുകളിലും അതേപോലെ എഗ്ഗിൻ്റെ മുകളിലും നമുക്ക് ചട്നി വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതേപോലെ കവർ ചെയ്തെടുക്കാം.
ഇപ്പം ഞാൻ എല്ലാ പൊട്ടറ്റോൻ്റെയും അതേപോലെ തന്നെ എഗ്ഗിൻ്റെ മുകളിലേക്കും നമ്മുടെ ചട്നി തേച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പക്കോട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഓയിൽ ഒരു സൈഡിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമുക്ക് പക്കോട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഓയിൽ നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പക്കോട ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ ഒന്ന് മുക്കിയതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പൊട്ടറ്റോ ആണ് എടുക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വേവിക്കാത്ത ഇതാണ് പൊട്ടറ്റോ. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സമയം എടുത്ത് തന്നെ നല്ല പോലെ വേവിച്ചെടുക്കുക. എന്നാലാണ് ഉള്ളിൽ പൊട്ടറ്റോ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ മുട്ട ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ മുട്ടയിൽ വേവാനൊന്നുമില്ല, നമ്മൾ വേവിച്ച മുട്ടയാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ കോരി എടുക്കാം. പൊട്ടറ്റോ ആണ് ഇടുന്നതെങ്കിൽ സമയമെടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലാണ് നല്ല പോലെ പൊട്ടറ്റോ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഗ് പക്കോട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്താൽ മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള പക്കോട റെഡിയായി. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എല്ലാവരും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ പൊട്ടറ്റോയും അതേപോലെ എഗ്ഗും പക്കോട നല്ല പോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് അധികം ചേരുവകളൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എക്സ്ട്രാ ചട്നിയും അതേപോലെ സോസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒട്ടും മടിപ്പും തോന്നില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തോരം വേണമെങ്കിലും കഴിക്കാം, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 പക്കോട ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, 2 ലെയറായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, മുകളിൽ ചട്നിയും അടിയിൽ പൊട്ടറ്റോ ആയിട്ട് നല്ല പോലെ പൊട്ടറ്റോ വെന്തും കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊട്ടറ്റോ മാത്രം നമ്മൾ പക്കോട ഉണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് ഉള്ളിൽ പൊട്ടറ്റോ ഒക്കെ നല്ല പോലെ വെന്ത് കിട്ടുള്ളൂ. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. നമുക്ക് മുട്ട വെച്ചിട്ടുള്ള പക്കോടയും കൂടി ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കോട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് മുട്ടയുടെ പക്കോട ആയാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.